നിങ്ങളിത് കണ്ട മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി എന്തൊരു സ്ഥലങ്ങളാണ് നോക്കി. ഇങ്ങ് താഴോട്ട് പോകാം. അവിടെ ആ വഴി കണ്ട റോഡ് പോകുന്നുണ്ട്. അതുവഴി അങ്ങനെ പോയിട്ട് അതുവഴി ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെയാണ്. ഇപ്പോഴും ലൈറ്റായിട്ട് മഴയുണ്ട്. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിക്ക് നമ്മൾ ആ ഒരു മഞ്ഞ് കാണിച്ച ആ ഒരു പോയിൻ്റാണിത്. ഇവിടുത്തെ വ്യൂ കണ്ട. ഇന്നലെയൊക്കെ മൊത്തം മഞ്ഞായിട്ട് ഇവിടെ വെള്ള കളറായിരുന്നു. ഇപ്പോഴും ആ ഒരു മലേൻ്റെ മുകളിലൊക്കെ നല്ലോണം മഞ്ഞുണ്ട്. അങ്ങ് താഴെ നിങ്ങൾ റോഡ് പോകുന്നതാണ്. അത് അതിലേ കൂടെയാണ് റോഡ്. നമ്മളിങ്ങനെ കയറി വന്ന ആ ഒരു റോഡ് അതുവഴി ഇങ്ങനെ പോയിട്ട് ഇതുവഴി അങ്ങ് പോകുന്നുണ്ട് റോഡ്. ഇതാണ് ഇങ്ങനെ റോഡ് പോകുന്നത്. അടിപൊളി വ്യൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ റെയിൻ കോട്ട് ഇട്ടിട്ട് തന്നെ ആയിരിക്കും ഇന്നത്തെ യാത്ര. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി 2 ദിവസം മഴയുണ്ട് എന്നാണ് കാലാവസ്ഥേൻ്റെ റിപ്പോർട്ട്. അപ്പോൾ മിക്കവാറും മഴയിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ സമയം 9 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിക്കുമായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഒരു ഇതിൻ്റെ അടുത്തുള്ള ഒരു ചിർമിരി ടോപ്പ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോകാനുള്ള വഴിയിലാണിപ്പോൾ. അപ്പോൾ ഒരു ബെൻഡിൽ ഇതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നിർത്തിയതാണ്. നിങ്ങളിത് കണ്ട മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ. ഇതുപോലെ തന്നെ കുറേ വ്യൂ പോയിന്റുകളുണ്ട് ഇവിടെ. വ്യൂ പോയിന്റുകളേ ഉള്ളൂ. അതാരാ? ഞാൻ മഹാൻ. എന്ത് എന്നിട്ടൊന്നും മൊഴിയാത്തേ? ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞോളാം. അതെപ്പോൾ തുടങ്ങാനാണോ? അടുത്തെങ്ങാനും ഉണ്ടാവോ? ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കഞ്ഞി വേണ്ടി കിട്ടൂലേ? ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിപൊളി സ്ഥലമല്ലേ? എന്താ ലൊക്കേഷൻ നോക്കി. സൂപ്പർ വ്യൂ ആട്ടാ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. ഇത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇതിൻ്റെ ആ ഒരു എൻ്റെ ഇൻസ്റ്റ ഐ ഡി പറഞ്ഞു ഫോളോ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നമ്മൾ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇവിടുന്ന് ഇപ്പോൾ മൂവ് ചെയ്യാൻ പോകുന്നത്. വേറെ ഏതൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ചിരുമിരി ടോപ്പ് എന്നിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മൾ പറഞ്ഞ ആ ഒരു പീക്ക് പോയിൻ്റ് ഇല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല മലകളാണ്. ഒരു മലേൻ്റെ സൈഡിലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആൾക്കാർക്ക് നിന്ന് കാണാനുള്ള ഒരു ഷെൽട്ടറൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. മുകളിൽ മലയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ്, ആ ഏരിയയിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. വ്യൂ കണ്ടോ ഇവിടുത്തെ? എന്തൊരു സ്ഥലങ്ങളാണ് നോക്കി. ഇതാണ് ഈ ചക്രത എന്ന് പറഞ്ഞാൽ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. ചക്രതൻ്റെ ഒരു ബ്യൂട്ടിയാണിത്. മൊത്തം മലകൾ, ഇതുപോലെ എന്താ പറയണ്ടേ മലമ്പാതകൾ. നോക്കറാ വഴി താഴെ കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. അതുവഴി റോഡ് പോകുന്നുണ്ട്. പിന്നെ മഞ്ഞ്, കോട, ഇതൊക്കെയാണ് മഴ. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ഇതാ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഏരിയ തന്നെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നല്ല വൈറ്റ് ആയിരിക്കും. നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാകത്തില്ല. ഇപ്പം കണ്ടാൽ മനസ്സിലാവില്ലേ, ഞങ്ങൾക്ക് ഒരു ഇരുണ്ട പോലെയാണ് ഉള്ളത്. നല്ല എന്താ പറയണ്ടേ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല തണുപ്പുകൊണ്ട് വല്ലാത്തൊരു ഫീലാണ്. വെയിലെന്ന് പറഞ്ഞ സാധനമില്ല. കണ്ട മൊത്തം ഒരു ഇരുണ്ട ഒരു അവസ്ഥയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യൂ കാണാൻ കിട്ടുന്നത്. നമ്മൾ തന്നെ ഇത്ര തണുപ്പുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ജാക്കറ്റും സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല തണുത്ത് കുറച്ചുകൊണ്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. രാവിലെ നോക്കുമ്പോൾ ചെറുതായിട്ട് തൊണ്ടവേനയൊക്കെ ഉണ്ടായിരുന്നു. ശരിയാവുമായിരിക്കും, കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ശരിയാവുമായിരിക്കും. കൊറോണ ദൂരെ പോകാനൊക്കെ തൊണ്ടവേന ഉണ്ടായിട്ടില്ല. കൊറോണ ഒന്നല്ല, ഇന്നലത്തെ മഞ്ഞിൻ്റെ കിട്ടിയതാ. എന്താ വ്യൂ നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും പോയി കാണണേ. ശരത് കുവേരി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഫോട്ടോസ് നമ്മൾ അവിടെയും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് താഴെയായിട്ട് ഇറങ്ങി. വഴിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. ഇപ്പോൾ താഴേക്കുള്ള ആ ഒരു
വൈബ് കണ്ട എന്താ ഒരു സംഭവം. വലിയ കൊക്കയാട്ടാ, ഇങ്ങനെ ഡേഞ്ചറാണ്. ഇങ്ങ് താഴോട്ട് പോകാം. അവിടെ ആ വഴി കണ്ട റോഡ് പോകുന്നുണ്ട്, ഇതിലേക്കൂടെ റോഡുണ്ട്. ഈ സൈഡിലൊക്കെ കുറച്ച് പശുക്കളെല്ലാം മേയുന്നുണ്ട്. പാട്ട് പാടണ്ട മോനെ, അത് ഓടിപ്പോവും. ഇതെവിടെ പശുക്കൾ മേയുന്നുണ്ട്. ഏത് വഴി കയറി വന്നാണോ. ഇന്നലെ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആടൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ കുന്നിൽ. എങ്ങനെയാണ് ഇത് ബാലൻസ് കിട്ടുന്നത് അറിയില്ല. മൊത്തം കുന്നാ, നോക്കടാ താഴെ വരെ വലിയ കുന്നാ. ഇത് താഴേതാ റോഡ് പോകുന്നുണ്ടോ, അത് നല്ല സീനാണ്. ഒരു വണ്ടിയൊക്കെ അതുവഴി പോകുന്നുണ്ട്, കാണൂല, ഇത്രയും ദൂരത്താണുള്ളത്. വലിയ കൊക്കയാട്ടോ താഴെ, ഇത് കണ്ടോളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സീന് കാണാൻ. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്, മുകളിൽ കണ്ട അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം അടുത്തൊരു ലൊക്കേഷനിൽ പോകണം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. നമ്മളിപ്പോൾ വഴിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ടൈഗർ ഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഓട്ടമാണ്. അപ്പോൾ അത് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒരു വണ്ടി പഞ്ചറായിട്ട് കുടുങ്ങി കിടക്കുവാണ്. നോക്കിയാൽ കാണാൻ പറ്റുമോന്നറിയില്ല, പശുക്കളൊക്കെ കുന്നിൻ ചെരുവിൽ മേയുന്നുണ്ട്. എനിക്കിവിടെ ഒരു പെണ്ണും ഒരു വീടും ഒരു 10 ഏക്കർ സ്ഥലം കൊണ്ട് ഞാൻ ഇവിടെ കിട്ടും. നിങ്ങളോ? 10 ഏക്കർ പച്ചക്കറി കാണാൻ. ആ പച്ചക്കറി കാണാനോ? ഒരു രക്ഷയില്ലാത്ത കൊക്കയാണ്, കാണാൻ പറ്റുമോന്നറിയാം. ക്യാമറ പൊക്കി പിടിച്ചിട്ടുണ്ട്.
അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത മഴയ്ക്ക് മുന്നേ എത്തണം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് പണി കിട്ടുമായിരിക്കും. അവിടെ 11 ഇവർക്കെന്നെ തീരുമാനമില്ല അല്ലേ? പേടിയാന്നല്ലേ നിൽക്കുമ്പോ തന്നെ. ആയതായിരിക്കും വെച്ചതല്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കും. സൈഡാൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കണില്ലേ? ആ സ്ഥലം പറയുമ്പോ സ്ഥലം കിട്ടീനല്ലേ? പറഞ്ഞ പോലെ ടൈഗർ ഫാൾസ് പോകുന്ന വഴിയിലുള്ള ഇനിയൊരു 11 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ലൊക്കേഷൻ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയാണ്. കാണുന്നുണ്ടാ? അടിപൊളി മലയാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ മുകളിൽ നിന്നാണ് വന്നത്. അതുവഴി അങ്ങനെ പോയിട്ട് അതുവഴി ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേ പോകണ്ടേ, താഴോട്ടാണ് പോകണ്ടേ. വലിയ ഒക്കെയാണ് എന്താ. ഇങ്ങനത്തെ കുന്നും മലയുള്ള പ്രദേശമാണിത്. ഒന്നാമത് മഴക്കാറില്ലാണ്ട് അധികം വിസിബിലിറ്റി കുറവാണ്. ലൈറ്റ് എന്ന് പറയുന്ന സാധനമില്ല കേട്ടോ. നമ്മൾ ഇന്നലെ മുതൽ വെയിൽ ഇല്ലെങ്കിൽ സൺലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല. മൊത്തം ഇതുപോലുള്ള ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ്. ഏതായാലും മഴയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഓരോ ഷോട്ടുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുതന്നെ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. നല്ല മഴയാണെങ്കിൽ എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരേ യാത്ര തന്നെ ചെയ്യേണ്ടി വരും. നമ്മളും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. പോകുന്ന വഴികളുടെ കാഴ്ചകളൊക്കെ കണ്ട് നിർത്തി കുറച്ച് റിലാക്സ് ആയിട്ട് പോവുക. അതാണ് നമ്മളെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം.
ശരിക്കും ബൈക്കിന് മറ്റേ കൊടിയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചാൽ. എത്താനായി ഏകദേശം. പശുക്കൾ റോഡ് കൈയടക്കിയിരിക്കുന്നു. നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവരും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നീ ഇങ്ങ് വന്നാലും ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. അങ്ങനെയൊന്നും വേണ്ട, ഇതെന്താ ക്ലാസ്സാ. ഗുഡ് മോർണിംഗ് മതി. നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ് പറ. നീ ഗുഡ് മോർണിംഗ് വാടാ. നീ ഗുഡ് മോർണിംഗ് പറ. ഞാൻ നമസ്കാരം. ഗുഡ് മോർണിംഗ്.